വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? ഉത്തരം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവിനെയാണ്. ദേശീയ ഗാനത്തിന്റെ രചയിതാവ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INCയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് WC ബാനർജി. INA സ്ഥാപകൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. INA സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഏതു വർഷമാണ്? ഉത്തരം 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഉത്തരം കൽക്കത്ത സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൽക്കത്ത സർവകലാശാല. കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം? ഉത്തരം 1857. 1857 കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ്? ഉത്തരം 1893. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് 1893. സ്വാതന്ത്ര്യ സമരകാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ. സ്വാതന്ത്ര്യ സമരകാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു? ഉത്തരം വിനോബ ഭാവെ. ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി വിനോബ ഭാവെ ആണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെയാണ്? ഉത്തരം ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടുന്നത്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിന് ഏതു പേരാണ് സമ്മാനിച്ചത്? ഉത്തരം ഗുരുദേവ്. മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോറിന് നൽകിയ പേരാണ് ഗുരുദേവ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പുസ്തകത്തിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്?
ഉത്തരം ഗീതാഞ്ജലി. ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന പുസ്തകത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. CR ദാസ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ദേശബന്ധു. ദേശബന്ധു എന്ന് അറിയപ്പെടുന്നത് CR ദാസിനെയാണ്. ഗാന്ധി ജയന്തി എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഒക്ടോബർ 2 ആണ് ഗാന്ധി ജയന്തി. ഗാന്ധിജി ജനിച്ചത് എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2-നാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. നേതാജി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെട്ടിരുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. സുഭാഷ് ചന്ദ്രബോസ് INA സ്ഥാപിച്ച വർഷം? ഉത്തരം 1943. സുഭാഷ് ചന്ദ്രബോസ് INA സ്ഥാപിച്ചത് 1943-ലാണ്. INA-യുടെ പൂർണ്ണരൂപം? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി. INA-യുടെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ ആർമി എന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് INA-യുടെ സ്ഥാപകൻ. ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷമാണ് നടന്നത്? ഉത്തരം 1931. ഗാന്ധി ഇർവിൻ സന്ധി 1931-ലാണ് നടന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? ഉത്തരം 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1928-ലായിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വർഷം? ഉത്തരം 1861. ടാഗോർ ജനിച്ചത് 1861-ലാണ്. രാജ്ഘട്ട് ഏത് ദേശീയ നേതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്ന പ്രശസ്ത വ്യക്തി ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്നത് സ്വാമി വിവേകാനന്ദനാണ്. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ വർഷം? ഉത്തരം 1498. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയത് 1498-ലാണ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകന്റെ പ്രശസ്തമായ വാക്കുകളാണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-നാണ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ എണ്ണം? ഉത്തരം 6. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ 6 എണ്ണമാണ് ഉള്ളത്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ്. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ.
സാരെ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി BR അംബേദ്കർ ആയിരുന്നു.